ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ചേട്ടൻ കൊണ്ടുവന്നിരിക്കുന്നത് മീനാണ് കേട്ടോ. കാണിക്കാം, മീൻ കാണിക്കാം. ഇതാണ് കേട്ടോ മീൻ. എട്ടല്ല ഉണ്ടോ? ഇത് ഇവിടെ ചേട്ടൻ കൊണ്ടുവന്നില്ല കേട്ടോ, എന്നെ തെറ്റി പറഞ്ഞതാണ്. വാട്സപ്പ് ചെയ്തപ്പോൾ റിയാസ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ വാട്സപ്പിൽ എല്ലാവർക്കും മീൻ എത്തിച്ചു കൊടുക്കും. ആ റിയാസ് കൊണ്ടുവന്ന മീനാട്ടാ. നല്ല വലിയ വലിയ കൊഞ്ച് കണ്ട, നല്ല വലിയ കൊഞ്ച, കാണാണ്ടോ അറിയില്ല. നല്ല വലിപ്പമുണ്ട് കൊഞ്ച്, നന്നാക്കി എളുപ്പം. പിന്നെ അത് റോസ്റ്റ് ചെയ്യാനും ഇത് കറി വയ്ക്കാനും വടക്കാഞ്ചേരിക്കാർക്കല്ല, നല്ല യൂസ്ഫുള്ളാണ് ഒരു കാര്യം. വാട്സപ്പ് ചെയ്താൽ മതി. മഴയൊക്കെ അല്ലേ, നമ്മൾ പുറത്തേക്കൊന്നും പോകണ്ട. ഇത് നമ്മുടെ പിലോപ്പി മീനാണ്, കറി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കഴുകിയിട്ട് വരാട്ടോ. പേര് റിയാസ്. അപ്പോൾ നമ്മൾ മീനെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം മീൻ കറി വയ്ക്കാൻ നോക്കാം. ഉലുവ പൊട്ടി കഴിഞ്ഞാൽ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി. അപ്പോഴാണ് മീൻ കറിക്കും എല്ലാത്തിനും ചുവന്നുള്ളി എത്ര ചേർക്കണം അത്ര നല്ലതാണ്. ബാക്കി ഈ അരിഞ്ഞത് മറ്റേത് റോസ്റ്റ് ഉണ്ടാക്കാം. 2 പച്ചമുളക് ഇടാം, 2 കറിവേപ്പില ഇടാം. ചേട്ടനോട് 2 കറിവേപ്പില വാങ്ങിയിട്ട് വരാൻ. അപ്പം അവിടെ റോട്ടിലെ ഒരു കറിവേപ്പില മരം ഉണ്ടായിരുന്നു, അത് വേരോടെ പറിച്ചിട്ട് നല്ല ആളാണ്. നല്ല മണം. പകുതി വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിക്ക് ഇടാം. 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, അല്ലെങ്കിൽ കളർ കിട്ടും. നമുക്ക് ഇത്തിരി മാങ്ങ ഇടാം കേട്ടോ. ഞാൻ ഓർമ്മയില്ലാണ്ട്, മാങ്ങയുള്ളത് ഓർമ്മയില്ലാണ്ട് കുടംപുളി ഇതാക്കി. പക്ഷെ അതിൻ്റെ വെള്ളം മാത്രം ഒഴിക്കാം, നമുക്ക് പുളി ഇടണ്ട. മാങ്ങയും ഇത് മതി. നമുക്ക് ഉണക്കി വെച്ചാൽ അടുത്ത കറിക്കാകും. നമ്മുടെ കറിയെല്ലാം നല്ല വെട്ടി തിളക്കിണ്ട്. നമുക്ക് മീനിടാം. നമുക്ക് ചെമ്മീനുള്ളതുകൊണ്ടേ, കൊഞ്ചുള്ളതുകൊണ്ട് നമ്മൾ ഇതൊന്നും വറുക്കാനൊന്നും എടുക്കണില്ല. മുഴുവനാണ് കറി വയ്ക്കുക. വേകുമ്പോൾ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചേർക്കാം. നമുക്കിത് താളിക്കാട്ടോ. ഇഞ്ചി ഇടാം, വെളുത്തുള്ളി ഇടാം, ചുവന്നുള്ളി, വഴഴുമ്പോൾ നമുക്ക് മുളക് പൊടി മസാലപ്പൊടിക്ക് ഇട്ടിട്ട് ബാക്കി കാര്യങ്ങളിടാം. നമ്മുടെ സബോളയൊക്കെ നല്ല വഴഞ്ഞിട്ടുണ്ട്. പച്ചമുളക് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമുക്ക് മല്ലിമുളകൊക്കെ ഇടാം കേട്ടോ. 1.5 സ്പൂണ്, 1 സ്പൂൺ ഇട്ടിട്ടില്ല, 1.5 ഇട്ടിട്ടിലേക്ക് മല്ലി അധികം ഇഷ്ടമില്ല. ഇതൊരു 1/2 സ്പൂണ്. എരിവുള്ളത് 1/2 സ്പൂണ്, മറ്റേത് 1 സ്പൂൺ.
കളർ കിട്ടാനേ കാശ്മീരി മുളക് എരിവ് കുറച്ച് മതി. നമുക്ക് തക്കാളി ഇടാം, മൊരിഞ്ഞിട്ടുണ്ട്. കറിയിൽ ഇത്തിരി ഉപ്പ് കുറവുണ്ട്. കറിയൊക്കെ ആയി, ഒന്നുകൂടി തിളക്കട്ടെ. അപ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെമ്മീനിടാം. ചെമ്മീൻ 5 മിനിറ്റ് വെന്താൽ മതി കേട്ടോ. ചെമ്മീൻ അധികം വേവില്ല. പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ വീഡിയോയിൽ യൂട്യൂബിൽ കണ്ടതാണ്, കുക്കറിലിട്ടിട്ട് ചെമ്മീൻ അടിക്കുക. അങ്ങനെ കുക്കറിലിട്ട് ചെമ്മീൻ അടിച്ചാൽ അത് റബ്ബർ മരിയാവും കേട്ടോ. ഒരിക്കലും നിങ്ങൾ ചെമ്മീനൊന്നും കുക്കറിലിട്ട് അടിക്കല്ല, സീ ഫുഡ് ഒന്നും കുക്കറിലിട്ട് അടിക്കല്ല. കുക്കറിലിട്ട് അടിച്ചാൽ റബ്ബർ മരിയാവും, അതിൻ്റെ എല്ലാ പോഷക ഗുണങ്ങളും പോവുകയും ചെയ്യും. അതുകൊണ്ട് ആരും കുക്കറിലിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വെക്കല്ല കേട്ടോ. ഇങ്ങനെ 5 മിനിറ്റ് വെന്തത് വേവും. മറ്റേതൊക്കെ വെന്തിട്ടാണ് നമ്മളിത് ഇടുന്നത്. അതുകൊണ്ട് ഇതിന് 5 മിനിറ്റോ 6 മിനിറ്റോ സമയം മതി. നോക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, അതിന്ന് വെള്ളം ഇറങ്ങിക്കോളും. നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഇത് നല്ല തിളച്ച് കുഴമ്പ് കറി നല്ല ശരിയായിട്ടുണ്ട്. അപ്പോൾ കറിയായിട്ടാ 2 കറിവേപ്പില ഇട്ടിട്ട് തുള്ളി പച്ച വെളിച്ചെണ്ണ, തുള്ളി മതി ഇട്ടാ ഒരു മണത്തിന്. അങ്ങനെ മൂടി വയ്ക്കാം. ഇപ്പോൾ ഒന്നും തൊടരുത് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് കഴിക്കുമ്പോൾ എടുത്ത് അടിപൊളി ടേസ്റ്റായിരിക്കും. ഉപ്പും മുളകും പുളിയൊക്കെ കറക്റ്റാണ്. ഇങ്ങനെ മൂടി തൊടാണ്ടിരിക്കട്ടെ. ചൂടാറുമ്പോൾ അടിപൊളി ടേസ്റ്റായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് കഴിഞ്ഞ് വെള്ളം ഇറങ്ങുന്ന ഒരൊറ്റ വെള്ളം ഒഴിച്ചിട്ടില്ലേ, ഒരു തുള്ളി വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാണ്. അപ്പോൾ ഇന്ന് ആവശ്യത്തിനുള്ളത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം അതിൽ നിന്ന് ഇറങ്ങി. ഒരു അടി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കണവരിങ്ങനെ ചെയ്തോളാം കേട്ടോ. വെള്ളം ഒഴിക്കല്ലേ, ചെറിയ ഉള്ളി ഇടണം. ചെറിയ ഉള്ളി ഇട്ടുണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും, അടിപൊളി ടേസ്റ്റാണ്. ഉപ്പും മുളകൊക്കെ ഉണ്ടോ നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റാണ്. അടുപ്പ് ഓഫ് ചെയ്തു കേട്ടോ. 5 മിനിറ്റ് കറക്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അത് കുറച്ച് നേരം ചൂടാറി കഴിയുമ്പോൾ ഭയങ്കര രസമാവും. അങ്ങനെ മൂടിയിരിക്കട്ടെ 5 നിമിഷം. നമ്മുടെ ചെമ്മീനൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്തൊരു ടേസ്റ്റ്. ഞാൻ കഴിച്ചു നോക്കി, എന്നാലിപ്പോൾ കഴിക്കാം. ഒരു അത്രയും ടേസ്റ്റ്. ഒന്ന് വേവ് അധികമായി കഴിഞ്ഞാൽ റബ്ബർ മാരിയിലും. ഒരിക്കലും ആരും ഇത് റബ്ബർ അധികം വേവിക്കല്ല കേട്ടോ. എന്താ ഭംഗി കാണാനുണ്ട് ചന്തം. ചെറിയ ഉള്ളി മാത്രം ഇടുക. ഉള്ളി ബാക്കി ഞെട്ടതൊക്കെ ഞെട്ടമായിരിക്കും ഇടുക. അത്ര ടേസ്റ്റായിരിക്കും. ചൂടായ തന്നെ കാണിക്കാൻ പറ്റുന്നില്ല. എന്താ എന്തൊരു സാധനം നോക്കാം. അപ്പോൾ ഓക്കെ ട്ടാ. അടിപൊളി ടേസ്റ്റിൽ മീൻ കറിയും ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കിയിട്ട് ഇതുമാതിരി ചെയ്ത് നോക്കുക. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.